ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, ശ്രേത മേനോൻ, മൈഥിലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2011 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പർ. 2011 മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ചിത്രം കരസ്ഥമാക്കിയിരുന്നു. ചിത്രത്തിൽ ശ്രേത മേനോൻ അവതരിപ്പിച്ച മായ എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. സോൾട്ട് ആൻഡ് പേപ്പറിന്റെ കഥ കേട്ടപ്പോൾ തന്നെ അതൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാകുമെന്ന് താൻ ഉറപ്പിച്ചെന്ന് പറയുകയാണ് നടി ശ്രേത മേനോൻ. സിനിമയിൽ തനിക്കുള്ള കോൺഫിഡൻസ് പിന്നീട് ലാൽ സാറൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നും ശ്രേത മേനോൻ പറഞ്ഞു. ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. ഞാനൊരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിരുന്നു. നാഗാർജുൻ സാറിന്റെ കൂടെ ഹൈദരാബാദിലായിരുന്നു ഷൂട്ട്. എൻ്റെ ഹോട്ടലിൽ നിന്നും ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ആ സമയത്ത് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വന്നു. ആഷിഖ് കപൂർ ആയിരുന്നു. എൻ്റെ നമ്പർ ചോദിച്ച് മെസ്സേജ് അയച്ചതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ നമ്പർ കൊടുത്തു. അദ്ദേഹം എന്നെ വിളിച്ചു. അവിടുന്ന് തൊട്ട് എന്റെ ലൊക്കേഷൻ വരെ 1 മണിക്കൂർ ദൂരമുണ്ട്. അതിനിടയിലാണ് ശ്യാം പുഷ്കർ എന്നോട് കഥ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷൂട്ട് നടക്കുന്നത് ഒരു ജനുവരിയിലായിരുന്നു. ജൂണിലാണ് കഥ കേൾക്കുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത് ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അവരൊന്നും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ലാലേട്ടനും അത് പറഞ്ഞിട്ടുണ്ട്. ശ്രേതയ്ക്ക് ആദ്യം മുതലേ കോൺഫിഡന്റ് ഉണ്ടായിരുന്നുവെന്ന് എനിക്കെന്തോ അത് തോന്നിയിരുന്നു. മേക്കിങ്ങിനിടെയും എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു പടമാണ് സോൾട്ട് ആൻഡ് പേപ്പർ. അതിനുശേഷമാണ് ഞാൻ രതി നിർവേദം സെറ്റിലേക്ക് പോയത്. രതി നിർവേദത്തിന് വേണ്ടി ഞാൻ തടി കൂട്ടുന്നുമുണ്ട്. മായയ്ക്ക് വേണ്ടി വേറൊരു ലുക്കും പിടിച്ചു. ചിത്രത്തിൽ ഭാഗ്യ ചേച്ചിയാണ് എനിക്ക് വേണ്ടി ഡബ് ചെയ്തത്. അതിലെ ഒരു സീൻ ഡബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഭാഗ്യ ചേച്ചി പറഞ്ഞു. എന്തുകൊണ്ട് ശ്രേതയെ കൊണ്ട് ചെയ്യിച്ചില്ല എന്നും ചോദിച്ചിരുന്നു. ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്കും അത് തോന്നിയത്. പക്ഷെ ചിത്രത്തിൽ ഞാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ, എനിക്കൊരു അസിസ്റ്റന്റുമുണ്ട്. പക്ഷെ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ ഏതു രീതിയിലും ആ ക്യാരക്ടർ മാറ്റാമായിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് ആ രീതിയിൽ നേരത്തെ തന്നെ തയ്യാറാക്കി പോയിരുന്നു. പിന്നീട് പലർക്കു വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ശ്രേത മേനോൻ പറഞ്ഞു.